സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദുര്യോധനന്റെ നമ്മുടെ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറഞ്ഞ കുട്ടിക്കൃഷ്ണ മാരാരുടെ നിരൂപണത്തിലെ പ്രധാന കഥാപാത്രമായ ദുര്യോധനന്റെ കഥാപാത്ര നിരൂപണം നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ അതേ പാഠത്തിലുള്ള യുദ്ധത്തിന്റെ പരിണാമം എന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ നിരൂപണത്തിലുള്ള മറ്റൊരു കേന്ദ്ര കഥാപാത്രമായ നമ്മുടെ അശ്വത്ഥാത്മാവിന്റെ കഥാപാത്ര നിരൂപണമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ കഥാപാത്ര നിരൂപണം കാണാത്തവരൊന്ന് പോയി കാണുക. ദുര്യോധനന്റെ കഥാപാത്ര നിരൂപണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് ദുര്യോധനന്റെ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് പോയിന്റ്സ് വെച്ചാണ് പഠിച്ചത്. ഈ ഒരു എന്താ പറയാ വീഡിയോയിൽ നമ്മൾ പോയിന്റ്സ് വെച്ചാണ് അശ്വത്ഥാത്മാവിന്റെ ഒരു പോയിന്റ്സ്, കഥാപാത്ര നിരൂപണത്തിന് എഴുതാനുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു പോയിന്റ്സ് നിങ്ങൾ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ കഥാപാത്ര നിരൂപണം, അശ്വത്ഥാത്മാവിന്റെ കഥാപാത്ര നിരൂപണം വരുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 6 മാർക്ക് ഒപ്പിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നോക്കുക, ഇതാണ് ആ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അശ്വത്ഥാത്മാവ് ഫസ്റ്റ് പോയിന്റ്, മഹാഭാരതത്തിലെ ശക്തമായ കഥാപാത്രം ദുര്യോധനന്റെയും അശ്വത്ഥാത്മാവിനും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. മഹാഭാരതത്തിലെ ശക്തമായ കഥാപാത്രമാണ് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കുക, കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവിന്റെ പുത്രനാണ് അശ്വത്ഥാത്മാവ്. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവിന്റെ പുത്രനാണ് അശ്വത്ഥാത്മാവ്. ഗുരുവിന്റെ പേര് ദ്രോണർ എന്നാണ്. ദ്രോണാചാര്യന്റെ പുത്രനാണ് നമ്മുടെ അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത്. ദ്രോണാചാര്യന്റെ പുത്രനായതിനാൽ ദ്രൗണി എന്നും അശ്വത്ഥാത്മാവ് അറിയപ്പെട്ടു. ദ്രൗണി എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ പുത്രൻ, അതാണ് ദ്രൗണി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കുക, ചിരഞ്ജീവി ആണ് അശ്വത്ഥാത്മാവ്. ഒരു ചിരഞ്ജീവിയാണ്. പകയുടെ പ്രതീകമാണ്. ക്രൂരതയുടെയും പകയുടെയും പ്രതീകമാണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് എങ്കിൽ ഉറപ്പായിട്ടും 1-2 മാർക്ക് കുറയ്ക്കും. സോ ഓർമ്മിച്ചു വെക്കുക, ചിരഞ്ജീവിയാണ്. അതുപോലെ തന്നെ ക്രൂരതയുടെയും പകയുടെയും പ്രതീകമാണ് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത്. അതിനുശേഷം എഴുതുക, പിതാവിനെ കൊന്നതിൽ പ്രതികാരദാഹിയാണ്. ദ്രോണാചാര്യ എന്ന സ്വന്തം പിതാവിനെ പാണ്ഡവർ കൊന്നതിൽ പ്രതികാരദാഹിയായിരുന്നു അശ്വത്ഥാത്മാവ് എന്ന് പറഞ്ഞു. പിന്നെ സൗഹൃദത്തെ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ ദുര്യോധനിലും അശ്വത്ഥാത്മാവിലും ഒരുപോലെ കാണുന്ന ഒരു പോയിന്റ് ആണ്. സൗഹൃദത്തെ സൂക്ഷിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് പോയിന്റ്, വ്യാസനോട് ആദരവുണ്ടായിരുന്നു. വ്യാസനോട് വളരെയധികം ആദരവ് കാണിച്ച ഒരു യോദ്ധാവായിരുന്നു അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് വിശദീകരിച്ച് എഴുതുക. ഈ പോയിന്റ് എല്ലാം വിശദീകരിച്ച് എഴുതുകയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് കുറെ പാഠഭാഗത്തിലുണ്ട്. ലാസ്റ്റ് ഉള്ള ഇൻസിഡന്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്ക് എഴുതാവുന്നതാണ്, നിർബന്ധമില്ല. ഈ ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾ വിശദീകരിച്ച് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് വീഡിയോസിനും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.